പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും ഒക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസവും സ്കിൻ കെയറിൽ ശ്രദ്ധിച്ചേ മതിയാവും. ഡെയിലി നമ്മൾ 2 നേരമാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത്, മോർണിംഗിലും നൈറ്റിലും. അതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബയോട്ടിക്കിൻ്റെ മോർണിംഗ് നെക്ടർ മോയ്സ്ചറൈസ് ആൻഡ് നൗറിഷിംഗ് ഫേസ് വാഷാണ്. ഇതൊരു ക്രീമി വൈറ്റ് ടെക്സ്ചറാണ്, നല്ലൊരു ഫേസ് വാഷാണ്. ഇത് കയ്യിലേക്ക് കുറച്ചെടുക്കണം. എന്നിട്ട് ഫേസ് ഒന്ന് നനച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇതൊരു നൈസായിട്ടുള്ള സ്മെല്ലാണ്, പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും പറ്റും. ഇത് നമ്മുടെ pH ലെവൽ ബാലൻസ് ചെയ്യുന്ന ഫേസ് വാഷാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കുകയോ ഒന്നുമില്ല. നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസിലുള്ള പോർസിനെയൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യുന്നു. പിന്നെ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയാണ്. നന്നായിട്ട് ഫേസിൽ ഇത് മസാജ് ചെയ്തതിന് ശേഷം ഇത് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് ടോണർ യൂസ് ചെയ്യാനാണ്. എക്സസ് ആയിട്ട് പോസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബയോട്ടിക്കിൻ്റെ കുക്കുംബർ പോർ ടൈറ്റനിങ് ടോണറാണ്. ഇതിൻ്റെ ക്യാപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്, പഴയൊരു ടോണറിൻ്റെ സ്പ്രേ ട്യൂബാക്കി ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പോസിനെയൊക്കെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ടോണറാണ്. ഇത് ആയുർവേദിക് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ നല്ലൊരു ടോണറാണ്. തേർഡ് സ്റ്റെപ്പായിട്ട് സെറം യൂസ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് സെറം ആണ്. ഇൻസ്റ്റൻ്റായിട്ട് ഹൈഡ്രേഷൻ കിട്ടുന്നതിനും സ്കിന്ന് സോഫ്റ്റ് ആവാനും ഈവൻ ടോൺ കിട്ടാനും റിങ്കിൾസ് റെഡ്യൂസ് ആവാനും ഒക്കെ ഈ ഒരു സെറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണിത്. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ ഗ്രീസി ആണ്. പിന്നെ ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് 10 ml-ന് 240 രൂപയാണ്. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മൾ കയ്യിലൊന്നും എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ നഷ്ടം വരും, കാരണം പ്രോഡക്റ്റ് കുറച്ചല്ല ഉള്ളൂ. അതുകൊണ്ട് ഫേസിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, അതിന് ശേഷം മസാജ് ചെയ്യുക. ഫേസിലെ പാടുകളൊക്കെ മാറി നല്ലൊരു ഈവൻ ടോണ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സെറം ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ ബയോട്ടിക്കിൻ്റെ തന്നെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഇത് നല്ല മോയ്സ്ചറൈസറാണ്, നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും. പിന്നെ ഓയിലി സ്കിന്നിന് അധികം പറ്റുമെന്ന് തോന്നുന്നില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണ്. എൻ്റെ നോർമൽ സ്കിൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇത് ഫേസിനെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇത് ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയാണ്. എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 220 രൂപയാണ് ഈ ഒരു ബോട്ടിലിൻ്റെ പ്രൈസ്. 120 ml ആണ്. ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതും നല്ല ഒരു പ്രോഡക്റ്റുമാണ്. അപ്പം അത് നന്നായിട്ട് മസാജ് ചെയ്യുക. എല്ലാ സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു 10-15 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീനാണ്. സ്കിൻ കെയറിൽ 5th സ്റ്റെപ്പായിട്ടാണ് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് നൈറ്റിൽ ആവശ്യമില്ല, ഡെയിലി മാത്രം നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി. ഇത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴാണ് ഈ ഒരു SPF 50+ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അത്രയും ആവശ്യമില്ല. ഇത് SPF 50+ PA+++ UVA UVB പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. നല്ലൊരു സൺസ്ക്രീനാണ്. ഇത് ചന്ദനത്തിൻ്റെ നിറമാണ്. പിന്നെ കുറച്ച് പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിലെല്ലാം നല്ലോണം ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഗ്ലോയിങ്ങും ഡ്യൂയി ഫിനിഷും ഒക്കെ കിട്ടുന്നതാണ്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ലിപ് കെയർ ആണ്. അതായത് ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാം ആണ്. ഇത് ചെറിയാണ്, നല്ല മോയ്സ്ചറൈസേഷൻ കിട്ടുന്ന ഒരു ലിപ് ബാം ആണിത്. ഇത് റെഡ് ടിൻറ്റഡ് ലിപ് ബാം ആണ്, ഗുഡ് വൈബ്സിൻ്റെ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ. ഇത് നമ്മൾ ഡേയും ചെയ്യണം, നൈറ്റും ചെയ്യണം. നൈറ്റിൽ നമ്മൾ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം കണ്ടിന്യൂ ചെയ്യുക. ഒരു 5 മിനിറ്റ് നമ്മുടെ സ്കിൻ കെയറിനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ലവ് യു ഓൾ. താങ്ക് യു. ബൈ ബൈ.